ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ SSC CGL 2025 ബെസ്റ്റ് ക്വസ്റ്റ്യൻ സീരീസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നല്ല ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എല്ലാ എക്സാംസുകൾക്കും വേണ്ടിയുള്ള ഹൈ ക്വാളിറ്റി ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആവും. ഇത് ഓഫ്ലൈൻ സെന്റേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ്, കുറേ ഈ സീരീസിൽ നല്ല ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കാണും. എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ നോക്കാം. എ ടാങ്ക് ഈസ് ഫിൽഡ് ബൈ 3 pipes വിത്ത് യൂണിഫോം ഫ്ലോ. ദ ഫസ്റ്റ് 2 pipes ഓപ്പറേറ്റിംഗ് സൈമൾട്ടേനിയസ്ലി fill the tank in the same time during which the tank is filled by third pipe alone. The second pipe fills the tank 5 hours faster than the first pipe and 4 hours slower than the third pipe. The time required by the first pipe. ഫസ്റ്റ് പൈപ്പിന് എത്ര സമയം എടുക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഫസ്റ്റ് 2 pipes ഓപ്പറേറ്റിംഗ് സൈമൾട്ടേനിയസ്ലി. അപ്പൊ അവര് രണ്ട് പൈപ്പ്, എയും ബിയും രണ്ട് പൈപ്പാണെന്ന് വെച്ചാൽ അത് രണ്ടും എടുക്കുന്ന സമയം ആണ് തേർഡ് പൈപ്പ് ഒറ്റയ്ക്ക് എടുക്കുന്നത്. അതായത് നമുക്ക് പറയാം എയും ബിയും രണ്ട് പൈപ്പുകളാണ്, അത് രണ്ടും ഒരുമിച്ച് ടുഗദർ അത് വർക്ക് ചെയ്താൽ എത്ര സമയം കൊണ്ട് ആ വർക്ക് തീരുമോ അത്രയും സമയമാണ് മൂന്നാമത്തെ പൈപ്പ് എന്ത് ചെയ്യുന്നത്, ടോട്ടൽ ആ വർക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം. അപ്പൊ എയും ബിയും ഉണ്ട്, എയും ബിയും ടുഗദർ എടുക്കുന്ന ടൈമാണ് സിക്ക് എടുക്കുന്നത്. ഇവിടെ എഫിഷ്യൻസി സെയിം ആണ്. ഇനി പറയുന്നു സെക്കൻഡ് പൈപ്പ് ഫിൽസ് എ ടാങ്ക് ഇൻ 5 hours faster than the first pipe and 4 hours slower than the third pipe. അപ്പൊ ഞാനിവിടെ ഫസ്റ്റ് പൈപ്പിന്റെ ടൈം ആണ് വേണ്ടത്. അപ്പൊ ഫസ്റ്റ് പൈപ്പിന്റെ എ എന്ന് പറയുന്ന പൈപ്പ് ആണെങ്കിൽ അതിന്റെ ടൈമിനെ ഞാൻ ടി എന്ന് കൊടുത്താൽ സെക്കൻഡ് പൈപ്പ് എന്താണ്, ബി എന്ന് പറയുന്ന പൈപ്പ് ഫിൽസ് എ ടാങ്ക് 5 hours faster than the first pipe എന്ന് പറഞ്ഞാൽ ടി മൈനസ് 5 ആണ് അല്ലെ. ഫിൽസ് എ ടാങ്ക് 5 hours faster than the first pipe. അപ്പൊ ഫസ്റ്റ് പൈപ്പിനേക്കായി 5 മണിക്കൂർ ഫാസ്റ്റ് ആണ്, അതായത് ടി മൈനസ് 5 ആണ് ബി എന്ന് പറയുന്നത്. അതുപോലെ ആൻഡ് 4 hours സ്ലോവർ ദാൻ ദ തേർഡ് പൈപ്പ്. അപ്പോൾ ബി എന്ന് പറയുന്നത് 5 hours ഫാസ്റ്റർ ആണ് ഫസ്റ്റ് പൈപ്പിനേക്കാളും, ആൻഡ് 4 hours സ്ലോവർ ദാൻ ദ തേർഡ് പൈപ്പ്. ഞാൻ തേർഡ് പൈപ്പ് കൊടുക്കും. തേർഡ് പൈപ്പിന്റെ വാല്യൂ ടി എന്ന് കൊടുക്കും. എന്തുകൊണ്ടാണ് അത് കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് ഞാൻ തേർഡ് പൈപ്പിന് അത് കൊടുക്കുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ തേർഡ് പൈപ്പ് സി എന്ന് പറയുന്ന പൈപ്പിന് ടി മണിക്കൂർ എടുത്താൽ സെക്കൻഡ് പൈപ്പ് ബി എന്ന് പറയുന്ന പൈപ്പ് 4 hours സ്ലോവർ ദാൻ ദ തേർഡ് പൈപ്പ് ആണ്, അതായത് 4 മണിക്കൂർ കൂടുതലെടുക്കും. സ്ലോവർ എന്ന് പറഞ്ഞാൽ എന്താ, കൂടുതലെടുക്കും, സമയം കൂടുതലെടുക്കും. ടി പ്ലസ് 4 ടൈമാണ് ബിക്ക് എടുക്കുന്നത്. എ എന്ന് പറയുന്ന പൈപ്പ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പൈപ്പ് 5 hours ഫാസ്റ്റർ ദാൻ ദ ഫസ്റ്റ് പൈപ്പ് ആണ്. 5 മണിക്കൂർ ഫസ്റ്റ് പൈപ്പിനേക്കാളും ഫാസ്റ്റർ ആണ്. അതായത് ഫസ്റ്റ് പൈപ്പിന് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാല് ഫസ്റ്റ് പൈപ്പിന് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാല് സെക്കൻഡ് പൈപ്പിന് എടുക്കുന്ന സമയത്തേക്കാളും 4 കൂടുതലായിരിക്കും അല്ലെ, 5 കൂടുതലായിരിക്കും. കാര്യം സെക്കൻഡ് പൈപ്പ് ഒന്നാമത്തെ പൈപ്പിനേക്കാളും എന്താണ്, ഫാസ്റ്റ് ആണ്, സ്പീഡിൽ വർക്ക് ചെയ്യുന്നതാണ്. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇത് എല്ലാവരും ഒന്നും ചെയ്യത്തില്ല. ഇത് ടോട്ടൽ എഴുതിയവരിൽ ഒരു 40% പേരൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പൈപ്പ് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സെക്കൻഡ് പൈപ്പിനേക്കാളും 5 മണിക്കൂർ കൂടുതലെടുക്കും. കാര്യം സെക്കൻഡ് പൈപ്പിന് 5 മണിക്കൂർ കുറച്ചേ എടുക്കത്തുള്ളൂ, 5 മണിക്കൂർ ഫാസ്റ്റർ ആണ്. ഫസ്റ്റ് പൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടി പ്ലസ് 4 പിന്നെ 5 കൂടുതലെടുക്കും, അതായത് ടി പ്ലസ് 9 എന്ന് പറയും. അപ്പൊ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ടിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. റൂട്ട് ഓഫ് 4 × 9 കണ്ടുപിടിക്കാം. അതെങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചത്, ടൈം വർക്കിൽ ഒരു പ്രോപ്പർട്ടി ആയിരുന്നു. ഒരു പൈപ്പ് വേറൊരു പൈപ്പ് അത് രണ്ടും ടുഗദർ എടുക്കുന്ന ടൈം ഡി ആണെങ്കിൽ ഫസ്റ്റ് പൈപ്പ് എലോൺ എടുക്കുന്ന സമയം ഡി പ്ലസ് ഒരു സമയം ഡി പ്ലസ് എക്സും, സെക്കൻഡ് പൈപ്പ് എടുക്കുന്നത് ഡി പ്ലസ് വൈയും. അതായത് ഒരുമിച്ചെടുക്കുന്ന ടൈമിനേക്കാളും രണ്ടുപേരുടെ ഒരുമിച്ചെടുക്കുന്ന ടൈമിനേക്കാളും ഇത്ര, ഇവന് എക്സ് കൂടുതൽ ഇവന് വൈ കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ആ ഒരുമിച്ചെടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ആ ഒരു എത്രയാണോ കൂടുതലായിട്ടുള്ളത് അത് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് ഇൻറ്റു വൈ. ഇവിടെ അതല്ലേ സംഭവിക്കുന്നത്, ഒരുമിച്ചെടുക്കുന്ന ടൈമാണ് ടി എന്ന് പറയുന്നത്. അതിവിടെ ക്വസ്റ്റിന് തന്നെ തന്നിട്ടുണ്ട്, ഫസ്റ്റ് സെന്റൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. ഒരുമിച്ചെടുക്കുന്ന ടൈം ടി ആണെങ്കിൽ ഫസ്റ്റ് പൈപ്പ് ടിയേക്കാളും 9 മണിക്കൂർ അധികം എടുക്കും, സെക്കൻഡ് പൈപ്പ് ടിയേക്കാളും 4 മണിക്കൂർ അധികം എടുക്കും. അങ്ങനെയാണെങ്കിൽ ഓവറോൾ ആ ടിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 4 × 39 റൂട്ട് 36 എത്ര കിട്ടും, 6 മണിക്കൂർ. അപ്പൊ 6 മണിക്കൂറാണ് ടിയുടെ വാല്യൂ. ചോദിച്ചിരിക്കുന്നത് എന്താ, ടൈം റിക്വയർഡ് ബൈ ദ ഫസ്റ്റ് പൈപ്പ്. ഫസ്റ്റ് പൈപ്പിന് എത്ര സമയം എടുക്കുന്നത്, ടി പ്ലസ് 9 ആണ്. ടി പ്ലസ് 9 എന്ന് പറഞ്ഞാൽ 6 + 9 എത്ര കിട്ടും നമുക്ക്, 15 മണിക്കൂർ. ഫസ്റ്റ് പൈപ്പിന് എത്ര സമയം എടുക്കും ആ ഒരു ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടി, 15 മണിക്കൂർ. ഇത് ടൈം വർക്കിലെ അതിൽ പൈപ്പ് ആൻഡ് സിസ്റ്റമിലെ ഒരു ക്വസ്റ്റൻ ആണ്, നല്ല ക്വസ്റ്റൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റൻ. അടുത്ത ക്വസ്റ്റൻ, 10 men begin to do a work. ഒരു വർക്ക് തുടങ്ങി. ബട്ട് ആഫ്റ്റർ സം ഡേയ്സ് 4 of them left the job. 4 പേര് എന്ത് ചെയ്തു, ജോലി നിർത്തിപ്പോയി.
As a result, the job that could have been completed in 40 days is completed by 50 days. How many days after the commencement of work did the 4 men leave? 4 പേര് എപ്പോഴാണ് എന്ത് ചെയ്തത് പോയത്? യെസ്, എങ്ങനെ ചെയ്യാൻ പറ്റും? ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ശരി, യെസ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അപ്പൊ നമുക്ക് job that could have been completed in 40 days is completed in 50 days. Yes. അപ്പൊ നമുക്ക് അറിഞ്ഞൂടാ എത്ര ദിവസം കഴിഞ്ഞാൽ അവർ പോയെന്ന് അറിഞ്ഞൂടാ. അത് എക്സ് ദിവസം കഴിഞ്ഞാണ് അവർ പോയെന്ന് വെച്ചാൽ എക്സ് ഡേയ്സ് കഴിഞ്ഞാണ് അവർ പോയത്. അപ്പോ 40 ദിവസം കംപ്ലീറ്റ് ചെയ്യേണ്ടത് വർക്ക്, അതായത് നമുക്ക് 40 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട വർക്കായിരുന്നു. ഇപ്പൊ എത്ര പേരാ? 10 പേരാണ് സ്റ്റാർട്ട് ചെയ്തത്. 10 പേര് സ്റ്റാർട്ട് ചെയ്ത് എത്ര ദിവസം വരെ സ്റ്റാർട്ട് ചെയ്തു? 40 ദിവസം. 10 പേര് ഉണ്ടായിരുന്നെങ്കിൽ 40 ദിവസം കൊണ്ട് തീരേണ്ടതായിരുന്നു. 10 പേര് എത്ര സമയം ചെയ്തു? 40 എക്സ് എന്ന് പറഞ്ഞാല് 4 പേര് പോയ സമയമാണ്. എക്സ് ഡേയ്സ് കഴിഞ്ഞിട്ടാണ് 4 പേര് പോയത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എത്ര ദിവസം ബാക്കിയുണ്ട്? എക്സ് അവര് 10 പേര് എക്സ് ദിവസത്തേക്കുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. എക്സ് ഡേയ്സിലുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി റിമൈനിങ് എത്രയാണ്? 10 പേർക്ക് 40 മൈനസ് എക്സ്. ബാക്കിയുള്ള ദിവസം എത്രയാണ്? 40 മൈനസ് എക്സ് ദിവസമാണ്. 40 മൈനസ് എക്സ് ദിവസമാണ് ബാക്കിയുള്ളത്. അപ്പോൾ 10 പേര് എക്സ് ഡേയ്സിലുള്ള വർക്ക് ഓൾറെഡി കഴിഞ്ഞു, ഇനി നോക്കേണ്ട കാര്യമില്ല. അപ്പൊ 40 മൈനസ് എക്സ് ഡേയ്സിൽ എത്ര പേര് ഇനി വർക്ക് ചെയ്യാനുണ്ട്? 6 പേര്, അല്ല 10 പേര്. 10 പേര് വർക്ക് ചെയ്യാൻ. 10 പേർക്ക് 40 മൈനസ് എക്സിൽ വർക്ക് ചെയ്യാനുള്ള വർക്കാണ് ബാക്കിയുള്ളത്, അല്ലെ? ടോട്ടൽ 10 പേർക്ക് 40 ദിവസം വർക്ക് ചെയ്യാനുള്ള വർക്കായിരുന്നു ഉള്ളത്. അതിൽ ഓൾറെഡി 10 പേര് എക്സ് ഡേയ്സ് വർക്ക് ചെയ്തു. ഇനി ബാക്കി എത്ര ഉള്ളത്? 10 പേര് 40 മൈനസ് എക്സ് ഡേയ്സ് വർക്ക് ചെയ്യാനുള്ള വർക്കാണ് ബാക്കിയുള്ളത്. ഈ വർക്ക് പക്ഷേ 6 പേരായി ഇപ്പം. അങ്ങനെ എത്ര ദിവസം കൊണ്ട് തീർന്നെന്നാ പറഞ്ഞേ? 50 ദിവസം കൊണ്ട് തീർന്നു. അതായത് ടോട്ടൽ ദിവസമാണ് 50. അപ്പൊ ഇവിടെ എത്ര ദിവസം ബാക്കിയുണ്ട്? 50 മൈനസ് എക്സ്. ഓൾറെഡി എക്സ് ദിവസം കഴിഞ്ഞു. റിമൈനിങ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ 50 മൈനസ് എക്സ് ആണ്. ആ ഒരു രണ്ടാമത്തെ കേസിനെ വെച്ച് നോക്കുമ്പോൾ അവിടെ എത്ര ആൾക്കാരുണ്ട് വർക്ക് ചെയ്യാൻ? 6 പേര്. അപ്പൊ ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? ആ ഒരു എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സിന്റെ വാല്യൂ കിട്ടുമെന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? നമുക്കിവിടെ കാൽക്കുലേഷൻ ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ 2 വെച്ചിട്ടുമ്പോൾ 5 3 വന്നു. ഇനി എന്ത് ചെയ്യാം? നമുക്കിവിടെ 5 ഗുണം 40 200ഉം 3 ഗുണം 50 150ഉം 200 മൈനസ് 150 50 വന്നു. ഇവിടെ മൈനസ് 3x ഇവിടെ മൈനസ് 5x അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് 5x മൈനസ് 3x 2x വന്നു. എക്സിന്റെ വാല്യൂ എന്ത് വന്നു? 25. ഇതിനർത്ഥം എന്താണ്? ആഫ്റ്റർ 25 ഡേയ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ആൾക്കാര് ഹൗ മെനി ഡേയ്സ് ആഫ്റ്റർ ദ കമൻസ്മെന്റ് ഓഫ് വർക്ക് ഡിഡ് 4. 4 പേര് പോയത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ്? 25 ഡേയ്സ് കഴിഞ്ഞിട്ടാണ്. നല്ല ക്വസ്റ്റൻ ആണ്. അപ്പൊ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ആണ്. ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ആണ് നമ്മുടെ ടോട്ടൽ വർക്ക്. ഇവിടെ നമുക്ക് ഓൾറെഡി എക്സ് ദിവസം 10 ആൾക്കാർ എക്സ് ദിവസത്തുള്ള വർക്ക് കഴിഞ്ഞു. റിമൈനിങ് എന്ന് പറഞ്ഞാൽ 40 മൈനസ് എക്സ് ദിവസം 10 പേര് ചെയ്യാനുള്ള വർക്കാണ്. പക്ഷെ അവർ എത്ര സമയം കൊണ്ടാണ് ചെയ്തത്? 50 മൈനസ് എക്സ്. ബാക്കിയുള്ള ദിവസം എന്ന് പറഞ്ഞാൽ 50 മൈനസ് എക്സ് 50 ദിവസം കൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞു. നല്ല ക്വസ്റ്റൻ ആണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. നല്ലൊരു പുതിയ ടൈപ്പ് ആണ്. അടുത്ത ഇതിന്റെ പ്രീവിയസ് വന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ബെസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ. എ സിവിൽ കോൺട്രാക്ടർ പ്ലാൻ ടു ബിൽഡ് ആൻ ഓവർ ബ്രിഡ്ജ് ഓഫ് 3 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഇൻ 600 days. For this purpose, he employed 90 workers. After 200 days of work, it was observed that only 0.5 kilometer of the bridge was completed. What is the number of extra workers required to complete the working time? അപ്പൊ ഇവിടെ 3 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ബിൽഡ് ചെയ്യാൻ അവർ ഉദ്ദേശിച്ചത്. 600 ദിവസമാണ് അവർ ഉദ്ദേശിച്ചത്. ഫോർ ദിസ് പർപ്പസ് ഹി എംപ്ലോയിഡ് 90 വർക്കേഴ്സ്. 100 പേരുണ്ടായിരുന്നു. ആഫ്റ്റർ 200 ഡേയ്സ് ഓഫ് വർക്ക്, 200 ഡേയ്സ് ഓഫ് വർക്കിൽ എന്താ 0.5 കഴിഞ്ഞോളൂ. 200 ഡേയ്സിൽ 0.5 കഴിഞ്ഞോളെങ്കിൽ നമുക്ക് എന്ത് പറയാം? M1 D1 by W1 ഈക്വൽ ടു M2 D2 by W2 ആണ്. ഓക്കെ, വർക്കിന്റെ ക്ലാസ് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പൊ ഇപ്പോ എത്ര വർക്ക് കഴിഞ്ഞു? 90 ആൾക്കാര് 200 ദിവസം എത്ര യൂണിറ്റ് വർക്ക് കഴിഞ്ഞു? 0.5 കിലോമീറ്റർ വർക്ക് കഴിഞ്ഞു. ഇത് വർക്കാണ് നമ്മൾ ഇവിടെ 0.5 കിലോമീറ്റർ. ഇനി ബാക്കിയുള്ള വർക്ക് എത്രയാണ്? ഇത് തന്നെയാണ്. 90 പേര് 200 ദിവസം കൊണ്ട് ചെയ്ത വർക്ക് 0.5 ആണെങ്കിൽ എത്ര ആൾക്കാരെ നമുക്ക് പറഞ്ഞിട്ട് എക്സ്ട്രാ ആൾക്കാരെ വെച്ചു? 600 ദിവസത്തിലാണ് ഇത് തീർക്കേണ്ടത്. ഓൾറെഡി 200 ദിവസം കഴിഞ്ഞു. ബാക്കി വർക്ക് എത്രയാണ്? 400 ഡേയ്സുള്ള വർക്കാണ്. 90 പേര് 200 ദിവസം ചെയ്തപ്പോൾ 0.5 വർക്ക് കഴിഞ്ഞു. എന്നാൽ M ആൾക്കാര് 400 ദിവസം ചെയ്യുമ്പോൾ എത്ര വർക്ക് കഴിയണം? റിമൈനിങ് ആയിട്ടുള്ള വർക്ക്, അതായത് 2.5 കിലോമീറ്റർ.
0.3 കിലോമീറ്റർ ആണ് ടോട്ടൽ ഉള്ളത്. ഇതാണ് കൺസെപ്റ്റ്. അപ്പൊ ഇതെന്ത് കിട്ടും? പോയിന്റ് പോയി ഇവിടെ 5 വന്നു, 2 പോയി, 2 പോയി, അല്ലെങ്കിൽ 2 പോണ്ട, നമുക്ക് എന്ത് ചെയ്യാം, 5 വെച്ച് കിട്ടുമ്പോൾ ഇവിടെ 80 വന്നു, 1 പോയി, 1 പോയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 90 × 20/8 എന്ന് വരും. അപ്പോ ഒരു 90 × 20/8 നമുക്ക് എന്ത് ചെയ്യാം, 20/8 2.5 ആണ്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, 2.5 ആണ്. അപ്പൊ 90 × 2.5, 90 × 2 180, പിന്നെ 90യുടെ പകുതി 180. തെറ്റോ, കാൽക്കുലേഷൻ തെറ്റോ, 0.5 90 × 2.5 225. എമ്മിന്റെ വില എന്ത് കിട്ടി? 90 × 2 180, 180ന്റെ പകുതി 90ന്റെ പകുതി 45. ഇതിനാണ് ഒരു സ്ഥാനത്ത് 2.5 കൊണ്ട് മൾട്ടിപ്ലൈ 2 ചെയ്യുക. 0.5 കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതിയാണ്. 225 ആണ് അതായത് പുതിയ നമ്പർ ഓഫ് ആൾക്കാർ. അപ്പൊ ആദ്യം എത്ര ആൾക്കാരുണ്ടായിരുന്നു? 90 വർക്കേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര ആൾക്കാർ വന്നു? 225. അപ്പൊ എത്ര പേര് ആഡ് ചെയ്തു? 10 കൂടെ കൂട്ടിയാൽ 100 പിന്നെ 125. 125 135 ആൾക്കാരെ എന്ത് ചെയ്തു? എക്സ്ട്രാ ആയിട്ട്. എത്ര പേരൂടെ വേണം? 135 ആൾക്കാരോട് എക്സ്ട്രാ ഇട്ടാലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആ 600 ദിവസം കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. നമ്മൾക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു റേഷ്യോ കൺസെപ്റ്റ് എന്ന് പറയാം. അതായത് 90 പേര് 200 ദിവസം കൊണ്ട് 0.5 തീർത്താൽ ആൾക്കാര് 400 ദിവസം കൊണ്ട് എത്ര ചെയ്യണം? ബാക്കി 2.5 തീർക്കണം. കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള വർക്കാണ് ചെയ്യുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, പൈപ്പ് എ ആൻഡ് പൈപ്പ് ബി റണ്ണിങ് ടുഗദർ ക്യാൻ ഫിൽ എ സിസ്റ്റം ഇൻ 6 minutes. If B takes 5 minutes more than A to fill it, then the time in which A and B will fill that system separately will be. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ എക്സോ വൈ ഇട്ട് ചെയ്യാൻ നിൽക്കരുത്, ഓപ്ഷൻ വഴി ചെയ്യാം. അപ്പൊ 15 10 ആണ് അവരുടെ ടൈം എങ്കിൽ ടോട്ടൽ LCM 30 എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റിന്റെ എഫിഷ്യൻസി 2 30/15, ഒരു മണിക്കൂറിൽ ഫിൽ ചെയ്യുന്ന വാട്ടറിന്റെ അളവ് 2, ഇവിടെ 3 ആണ്. ടോട്ടൽ സമയത്തിലെടുക്കും 30/5, 6 മിനിറ്റ് എടുക്കുകയും ചെയ്യും. എന്ത് ചെയ്തു? നമ്മളുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷേ സെപ്പറേറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ 15 10 ഉണ്ട്, ഇവിടെ 10 15 ഉണ്ട്. അത് രണ്ട് ഏത് വേണമെങ്കിലും വരാം. അപ്പൊ ബി ടേക്സ് 5 minutes more എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ബി ടേക്ക് 5 minutes more ആണോ? അല്ല. അപ്പൊ അത് ശ്രദ്ധിച്ചോണം. ഇത് സില്ലി മിസ്റ്റേക്ക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സില്ലി മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ്. സില്ലി മിസ്റ്റേക്ക് നിങ്ങൾ വരുത്തരുത്. അത് നിങ്ങളെ മെയിൻസിനൊക്കെ ആണെങ്കിൽ 4 മാർക്കാണ് എന്ത് ചെയ്യുന്നത്, കളയുന്നത്. നിങ്ങളുടെ ജോലി വരെ കളയാൻ സാധ്യതയുള്ള ഒരു സംഭവം. അതുകൊണ്ട് ഇതിലോട്ട് പോകരുത്. ഇതെന്താണ് സില്ലി മിസ്റ്റേക്ക്. അതുകൊണ്ട് അവന്മാർ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അത് തന്നത്. പൈപ്പ് ബി ആണ് 5 minutes more എടുക്കുന്നത്. പൈപ്പ് ബി 5 minutes more എടുക്കുന്ന ഓപ്ഷൻ ഏതുണ്ട്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി തന്നെ ആൻസറിൽ കൊടുക്കും. അടുത്ത ക്വസ്റ്റ്യൻ, n+18 persons each working 7.5 hours a day can complete 48% of work in 20 days. n+12 persons can complete the remaining work in 30 days. If each of them work for 6.5 hours per day, determine the value of n. അപ്പൊ നമുക്കിവിടെ പറയാം n+18 ആൾക്കാര് 7.5 ദിവസം വർക്ക് ചെയ്താൽ 48% വർക്ക് കംപ്ലീറ്റ് ആവും. വർക്ക് കംപ്ലീറ്റ് ആവും ഇൻ 20 ഡേയ്സ്. അങ്ങനെയാണെങ്കിൽ n+12 ആൾക്കാര് റിമൈനിങ് വർക്ക് 48%, ഒരു വർക്കിന്റെ 100%. റിമൈനിങ് വർക്ക് എത്ര ഉള്ളത്? 48% ഇവിടെ ഉണ്ടെങ്കിൽ ബാക്കി 52%. ഓക്കെ. അപ്പൊ റിമൈനിങ് വർക്ക് n+12 ആൾക്കാര് 6.5 മണിക്കൂർ ഒരു ദിവസം വെച്ച് 30 ഡേയ്സിൽ കംപ്ലീറ്റ് ആണ്. അതിനകത്ത് എന്നിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. കാൽക്കുലേഷൻ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പെർസെന്റേജും പോയി, ഇവിടെ ഒരു പോയിന്റ് പോയി, ഇവിടെ 65 ഇവിടെ 13 വന്നു, 5 വെച്ച് കിട്ടുമ്പോൾ 15 വന്നു, 13 ഇതിവിടെ 4 ആണ്. 4 ഈ ഒരു 0 പോയി, ഇവിടെ 4 ഉണ്ട്. 4ഉം 48 കിട്ടുമ്പോൾ ഇവിടെ 12 വന്നു, ഇവിടെ 2 വെച്ച് കിട്ടുമ്പോൾ 6 വന്നു, 3 വെച്ച് കിട്ടുമ്പോൾ ഇവിടെ 5 വന്നു. കാൽക്കുലേഷൻ സ്പീഡ് ചെയ്യുക, അതേ ഉള്ളൂ, വേറെ വഴിയൊന്നുമില്ല. ബാക്കിയെല്ലാം കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഇവിടെ 2 ഇവിടെ പോകും. അപ്പോൾ 5n, ഇവിടെ 2n ഉണ്ട്, 5n - 2n 3n ഈക്വൽ ടു 24ഉം 90. തെറ്റ്, 24ഉം 90. ഇവിടെ കാൽക്കുലേഷൻ ചെറുതായിട്ടൊന്ന് തെറ്റിയിട്ടുണ്ട്. നോക്കാം. കാൽക്കുലേഷൻ തെറ്റാൻ ചാൻസ് കുറവാണ്. നോക്കട്ടെ. എഴുതാം. n+18 ആൾക്കാർ 7.5 hours 20 ഡേയ്സിൽ 48%. n+12 ആൾക്കാർ
റിമൈനിങ് വർക്ക് 30 ദിവസത്തിൽ 6.5 അവേഴ്സിൽ എത്ര ബാക്കി 52%. ഓക്കെ, ഇപ്പൊ കാൽക്കുലേഷൻ ചെയ്യാം. സിമ്പിൾ ആയിട്ട് ചെയ്യാം. 0 പോയി, ഇവിടെ പെർസെൻറ്റേജ് പോയി, 7 ഇവിടെ പോയിന്റ് ആണ്. ഇവിടെ 15 വന്നു, 5 വെച്ചിട്ടുമ്പോ ഇവിടെ 15 വെച്ചിട്ടുമ്പോ 13 വന്നു, 13 ഇതോടെ വെട്ടി 52 4ആണ്. ഈ 4 ഇവിടെ വെട്ടി ഇവിടെ 12 ആണ്. ഇവിടെ ഒരു 3 ഉണ്ട്, ആ 3 15 വെട്ടി 5 വന്നു, ഇവിടെ ഇതും 6 വന്നു, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ 6n വന്നു, ഇവിടെ 5n വന്നു. ഇപ്പൊ 6n - 5n റൈറ്റ് സൈഡിൽ n വന്നു. ഇനി എന്താ ഉള്ളത്? ഇവിടെ 5 × 18 90, ഇവിടെ 6 × 12 72. ഇപ്പൊ 90 - 72 നമുക്ക് എത്ര വരും? 18 ആൻസർ കിട്ടും. എന്നിന്റെ വാല്യൂ എത്രയാണ്? സിമ്പിൾ ആണ്. നേരത്തെ കാൽക്കുലേഷൻ അത് ആ 3 കണ്ടു, അതുകൊണ്ടുള്ള പ്രശ്നം. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. പൈപ്പ് അസിസ്റ്റന്റ്. പൈപ്പ് A and B can fill a tank in 1 hour and 2 hours respectively, while pipe C can empty the filled tank in 1 hour and 15 minutes. A and C are turned on together at 9 AM. After 2 hours, A is closed and B is turned on. When will the tank be empty? ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആവുന്നതിന് കാരണം ആ സമയം തന്നിട്ടുള്ളതാണ്, നമ്മളുടെ 1 hour 15 minutes. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇവിടെ നമുക്ക് ഫസ്റ്റ് ടാങ്ക് എ എന്ന് പറയുന്ന പൈപ്പിന് 1 മണിക്കൂർ, ബി എന്ന് പറയുന്ന പൈപ്പിന് 2 മണിക്കൂർ, സി എന്ന് പറയുന്ന പൈപ്പ് എം ടി ആക്കുവാണ് 1 hour 15 minutes. 1 hour 15 minutes എന്ന് പറഞ്ഞാൽ 75 മിനിറ്റ് ആണ്. 75/60 കഴിഞ്ഞാൽ മണിക്കൂറിൽ കിട്ടും. 15 വെച്ചിട്ടുമ്പോൾ 5/4, ഇതിന് 5/4 മണിക്കൂർ എടുക്കും എന്ത് ചെയ്യാൻ? കംപ്ലീറ്റ് എം ടി ആക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? LCM എടുക്കാം. 2 × 5 10 കൊടുക്കാം. കാര്യം ന്യൂമറേറ്ററിന്റെ LCM എടുക്കാം. 10 കൊടുത്താൽ എയുടെ എഫിഷ്യൻസി 10/1 10, ബിയുടെ എഫിഷ്യൻസി 10/2 5, സിയുടെ എഫിഷ്യൻസി 10/5/4 10/5/4 2 × 4 8 വരും. 8 വെച്ച് കുറയും. അപ്പൊ 9 മണിക്ക് എന്ത് ചെയ്തു? എയും സിയും ഓൺ ചെയ്തു. എയും സിയും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്താൽ 1 മണിക്കൂർ എത്ര യൂണിറ്റ് വർക്ക് ചെയ്യും? 10 - 8 2 യൂണിറ്റ് വർക്ക് ചെയ്യും. അങ്ങനെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ 2 മണിക്കൂറത്തേക്ക് 2 × 2 എത്രയായി? 4 യൂണിറ്റ് ഫില്ലാണ്. ടോട്ടൽ 10 യൂണിറ്റ് ആണ് അതിന്റെ കപ്പാസിറ്റി. അതിന് 4 യൂണിറ്റ് എന്ത് ചെയ്തു? അവർ ഫില്ല് ചെയ്തു. എന്നിട്ട് എ എന്ന് പറയുന്ന പൈപ്പ് ക്ലോസ് ചെയ്തിട്ട് ബി തുറന്നു. അപ്പൊ എ ക്ലോസ് ചെയ്തിട്ട് ബി തുറന്നു കഴിഞ്ഞാൽ എത്ര യൂണിറ്റ് ആണ് അവർ എയും ബിയും സിയും കൂടി എടുക്കുന്നത്? 5 - 8, അതായത് -3. 1 മണിക്കൂറിൽ 3 വെച്ച് വെള്ളം പുറത്തോട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ 9 മണി തൊട്ട് ഇപ്പൊ എത്ര മണിയായി? 11 മണിയായി. 11 മണി. ഇപ്പൊ 10:30 എന്തായാലും അല്ല, 11 മണി. 11 മണി കഴിഞ്ഞിട്ട് എത്ര സമയം കൊണ്ട് എന്ത് ചെയ്യും? ഈ വെള്ളം മൊത്തവും കയറിയ വെള്ളം 4 യൂണിറ്റ് വെള്ളം കയറിയെങ്കിൽ ആ വെള്ളം എത്ര സമയം കൊണ്ട് ഇറങ്ങും? അപ്പൊ നമുക്കറിയാം ടൈം എന്ന് പറയുന്നത് എഫിഷ്യൻസി, വർക്ക് ബൈ എഫിഷ്യൻസി ആണ്. 3 വെച്ചാണ് കുറയുന്നത്, മൈനസ് ആണ്, കുറയുമാണ്. ഇപ്പൊ 4/3 hours. 4/3 hours എന്ന് പറഞ്ഞാൽ 1ഉം 1/3 hours. അപ്പൊ അവേഴ്സിനെ മിനിറ്റ് ആകാൻ വേണ്ടി 60 ചെയ്യുക. 1 മണിക്കൂറും 20 മിനിറ്റ്. അതായത് 11 മണി കഴിഞ്ഞ് 1 മണിക്കൂർ 20 മിനിറ്റ് കഴിയുമ്പോൾ എന്താവും? ആ ഒരു കയറിയ വെള്ളം എന്താവും? തിരിച്ച് ഇറങ്ങും, അല്ലെങ്കിൽ എം ടി ആവും. നമുക്ക് എന്ത് പറയാം? 11 മണിയുടെ കൂടെ 1 മണിക്കൂർ 20 മിനിറ്റ് 12 20 എന്ത് ചെയ്യും? ഒരു വെള്ളം അതിൽ നിന്നും എം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശരി. There are 3 taps of diameter 2 cm, 3 cm and 4 cm respectively. The ratio of water flowing through them is equal to the ratio square of their diameter. The biggest tap can fill an empty tank alone in 81 minutes. If all the taps are open simultaneously, then how long will the tank take to be filled? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ചെയ്യാൻ പറ്റും? ഇവിടെ ഡയമീറ്ററിന്റെ വാല്യാണ് നോക്കുന്നത്. അതായത് 2 3 4 ഡയമീറ്റർ എന്നുണ്ടെങ്കിൽ ഡയമീറ്റർ റേഡിയസ് സർക്കംഫറൻസ് എന്തായാലും. അപ്പൊ ഡയമീറ്റർ റേഷ്യോ 2 3 4 ആണെങ്കിൽ വാട്ടർ ഫ്ലോയിങ് ത്രൂ ദം എന്തായിരിക്കും? റേഷ്യോ വാട്ടർ ഫ്ലോയിങ് ത്രൂ ദം 2ന്റെ സ്ക്വയർ 3ന്റെ സ്ക്വയർ 4ന്റെ സ്ക്വയർ 4:9:16 ആയിരിക്കും. ഇപ്പൊ കപ്പാസിറ്റി ഓഫ് ടാങ്ക് നമുക്ക് എന്ത് കൊടുക്കാം? 4 9 യെസ് 16. ദ ബിഗ്ഗസ്റ്റ് ടാപ്പ് ക്യാൻ ഫിൽ ദ എംപ്റ്റി ടാങ്ക്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? എഫിഷ്യൻസിയാണ്. അതായത് ഒരു യൂണിറ്റ് സമയത്ത് ഒഴുകുന്ന വെള്ളം, അതാണ് നമ്മുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. എഫിഷ്യൻസിയാണ് 4 9 16. അപ്പോ ഇവിടെ പറയുന്നു ദ ബിഗ്ഗസ്റ്റ് ടാപ്പ് ക്യാൻ
empty the tank alone in 81 minutes. അതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ ടോട്ടൽ വർക്ക് അല്ലെങ്കിൽ കപ്പാസിറ്റി എന്ത് കിട്ടും? കപ്പാസിറ്റി ബിഗ്ഗസ്റ്റ് ടാപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡയമീറ്റർ ഉള്ളത് ഇതാണ്. ഏറ്റവും കൂടുതൽ ഡയമീറ്റർ ഉള്ളതിന്റെ എഫിഷ്യൻസി എത്രയാണ്? 16 ആണ്. എഫിഷ്യൻസി ഇൻറ്റു ടൈം 16 ഇൻറ്റു 81 ടോട്ടൽ കപ്പാസിറ്റി. ആൻഡ് ഹൗ ലോങ്? ഇപ്പൊ എന്താ? ഓൾ ടാപ്സ് ആർ ഓപ്പൺ സൈമിൾട്ടേനിയസ്ലി. അപ്പോ ഫിൽ ആണ്. ഓക്കെ, അപ്പൊ എല്ലാം കൂടെ തുറന്നു കഴിഞ്ഞാൽ എത്ര സമയം എടുക്കും? നമ്മുടെ ആൻസർ എന്താ? ടൈം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ടൈം എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്ക് 16 ഇൻറ്റു 81 ബൈ എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം കൂടെ ഓപ്പൺ ആക്കുക. 4 9 13 16 30 13 16 29. അപ്പൊ അടിയിൽ 29 വരും. യൂണിറ്റ് എത്ര വരണം? 6 വരണം. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 96 36 ആണ്. ഇവിടെ 9 36 ആണ്. ഇവിടെ 9 36 ആണ്. ഇവിടെ 9 36. ചെയ്യേണ്ടി വരും. ചെയ്യാം, കാൽക്കുലേഷൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. 16 81 ബൈ 20. 16 81 എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. 16 കാൽക്കുലേഷൻ വേണമെങ്കിൽ ചെയ്യാം. 16 6 1 16 128 1 129 ബൈ 29. 29 ഗുണം 4 ആണ് 116. 4 സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ ഡി എന്ത് ചെയ്യാം? നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ അവർ പറഞ്ഞിരിക്കുന്ന ആ ഒരു കാര്യം വാട്ടർ ഫ്ലോയിങ് ത്രൂ ദം, അതാണ് നമ്മളുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. എഫിഷ്യൻസി എന്ത് ചെയ്തു? അവര് ഈ ഒരു രീതിയിൽ തന്നു എന്നുള്ളതേ ഉള്ളൂ. യെസ്, അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. ചെയ്തു നോക്കി. യെസ്, ശരി. യെസ്, ചെയ്താലോ? A and B can individually complete a piece of work in 18 days, 30 days respectively. A and B started working together, but A left 16 to 23 days before the work is completed, and B alone completed the rest of it. For how many days did A work? A എത്ര ദിവസം വർക്ക് ചെയ്തു? അപ്പൊ 18 30 ആണ് അവരുടെ ടോട്ടൽ ഇൻഡിവിജ്വലി വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിന്റെ LCM 18 30 LCM ആയിട്ടുള്ള 90 നമുക്ക് ടോട്ടൽ വർക്ക് കൊടുക്കാം. എയുടെ എഫിഷ്യൻസി 90/18 5 ഒരു ദിവസം ചെയ്യുന്ന വർക്ക്. ബിയുടെ എഫിഷ്യൻസി 90/30 3 പേര്. A and B started working together, but A left 16 to 23 days before the work is complete. അപ്പൊ 16 തീരുന്നതിന് 16 to 23 ദിവസം മുമ്പേ ആര് പോയി? A പോയി. അപ്പൊ അവിടെ B മാത്രമേ ഉള്ളൂ. B മാത്രം 16 to 23 നമുക്ക് എങ്ങനെ എഴുതാം? 16 3 48 പ്ലസ് 2 50/3 ഡേയ്സ് എന്ന് എഴുതാം. അതേ ഇൻറ്റു ബിയുടെ ഒരു ദിവസം ചെയ്യുന്ന വർക്കാണ് 3 ഇൻറ്റു 3 ചെയ്താൽ 50 യൂണിറ്റ് വർക്കാണ് ചെയ്തത്. ബി മാത്രം ലാസ്റ്റ് 16 to 23 ഡേയ്സിൽ ചെയ്തു. അവിടെ മാത്രം. അപ്പൊ 90-ൽ 50 യൂണിറ്റ് ബി മാത്രം ചെയ്താൽ 40 യൂണിറ്റ് ആണ് എ പ്ലസ് ബി ചെയ്യുന്നത്. ആ സമയം മാത്രമേ ആര് വർക്ക് ചെയ്തിട്ടുള്ളൂ? എ വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ആ 40 യൂണിറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി ഇവർക്ക് എത്ര സമയം എടുക്കും നോക്കിയാൽ പോരെ? 40/2 പേരുടെ എ പ്ലസ് ബി ആണ് 5 3 8. അതായത് 5 ഡേയ്സ് എടുക്കും എന്ത് ചെയ്യാൻ. അവർക്ക് ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 5 ദിവസം കൊണ്ടായിരിക്കും എന്ത് ചെയ്തത്? അവർ ആ 40 യൂണിറ്റ് വർക്ക് ഒരുമിച്ച് ചെയ്തത്. അതിന്റെ അർത്ഥം എ എത്ര ദിവസം അവിടെ വർക്ക് ചെയ്താണ്? 5 ദിവസം അവിടെ വർക്ക് ചെയ്തതാണ്. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. Inlet pipe A and B can together fill an empty tank in 1.5 hours. Outlet pipe and outlet alone can empty the complete filled tank in 4.5 hours. When only pipe A and C are open together, the empty tank is filled in 6 hours. Find the time taken by pipe B and opened alone. ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതും ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. കിട്ടുന്നില്ലെങ്കിൽ പറയാം കേട്ടോ. ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നത് 7-8 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ബാക്കി ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കുക. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നല്ല ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ബെസ്റ്റ് സീരീസ് ആണ്. ഇങ്ങനൊരു സീരീസ് നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല. അതുകൊണ്ട് ക്ലാസ്സിൽ ഇതിന്റെ പ്ലേലിസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. പ്ലേലിസ്റ്റ് എല്ലാ ക്ലാസ്സിലും കണ്ട് പഠിച്ച് സെറ്റ് ആവുക. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് CGL നിങ്ങൾക്കുള്ളതാണ്. നന്നായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.